ചേട്ടാ നമ്മളൊരു ഇൻട്രോ ടാറ്റയുടെ ഒരെണ്ണം ചെയ്തില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ കോസ്റ്റും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അത്യാവശ്യം ഈ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും, അപ്പോൾ നമ്പർ പ്ലേറ്റൊക്കെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞു. ജസ്റ്റ് ഒരു പുതിയ വണ്ടിയാണ് കേട്ടോ. ഇത് നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ജസ്റ്റ് നമുക്ക് ഇതൊരു ടാറ്റയുടെ വണ്ടിയാണ്. വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും. കുഴപ്പമില്ല കേട്ടോ, ക്ലീനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള നമ്മുടെ ആശാൻ കേട്ടോ. നമ്മുടെ ഈ കടയുടെ ഓണർ ആശാനാണ്. അപ്പോൾ നമ്മളതിന് എല്ലോടെ ബോർഡർ വരുന്നൊരു പിൻ കാണിക്കാൻ പറ്റും. സെയിം കളർ പോലെ തന്നെ തോന്നുന്നു കേട്ടോ. ഇത് റെഡ് കൂടി മിക്സ് ചെയ്തല്ലേ, ബ്ലാക്ക് കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്പർ പ്ലേറ്റിൻ്റെ ബോർഡർ വരുന്നൊരു സംഭവിക്കാൻ പോകുന്നു.
സൈഡിൽ ഒരു ബോർഡർ, ഈ ഒരു ബോർഡറിൽ ഒരു യെല്ലോ വേറൊരു കളർ മിക്സ്ഡ് ആണ്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഇതൊരു പുതിയ വണ്ടിയാണ്. ചേട്ടാ, നമ്മളൊരു ഇൻട്രോ ടാറ്റയുടെ ഒരെണ്ണം ചെയ്തില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും പിന്നെ പെയിൻറ്റിങ് അത് ഒന്ന് പറയാമോ? കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ടാറ്റയുടെ ഇൻട്രോ വണ്ടി ചെയ്തായിരുന്നു. അത് മെറ്റാലിക് വണ്ടിയാണ്. അതിൻ്റെ 3 സൈഡ് ഓപ്പണാണ്. അത് ഞങ്ങൾ മൊത്തം 80,000 രൂപയ്ക്കാണ് വണ്ടി പിടിച്ചത്. പെയിൻറ്റിങ് എല്ലാം ഉൾപ്പെടെ. ആ വണ്ടിയാണ് ഇത് 10-15 വർഷം കൊണ്ട് ആ വണ്ടി പണിത് വണ്ടി കറക്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ